ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മൗലവിമാരൊക്കെ കേരളത്തിലുള്ള ആൺകുട്ടികളോട് പറഞ്ഞിരുന്നു, നിങ്ങളെ വസ്ത്രം നിര്യാണിക്ക് മേലെ പോകണം, താഴെ പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, 100 കൊല്ലം ഇവിടെ പ്രസംഗിച്ചു മൗലവിമാര്. മാറ്റണ്ട്, പക്ഷെ മാറ്റണ്ടായത് പെൺകുട്ടികളിൽ മാത്രമാണ്. ഓല പേന്റാപ്പം നിര്യാണിക്ക് മേലെ, ഇടത്തെ കാൽമേൽ ഒരു ചരടും ഉണ്ടാവും. ആ രീതിയിലേക്ക് നമ്മളെ വസ്ത്ര സംവിധാനങ്ങൾ മാറി. ആക്ഷേപിക്കല്ലോ, ഈ സമൂഹത്തിന് മുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു പുരുഷനായതുകൊണ്ട്, ആക്ഷേപിക്കപ്പെടാവുന്ന ഒരു പുരുഷനായതുകൊണ്ട് പറയാ, ഒരു സ്ത്രീയുടെ മാന്യമായ വസ്ത്രധാരണമാണ് പുരുഷന്മാരെ പോലും നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്, അല്ലേ? സദാചാര ബോധമുള്ള പെണ്ണിനെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ ആദരിക്കുന്ന, സ്ത്രീയുടെ മാനത്തിനും അവളുടെ സൗന്ദര്യത്തിനും വില കൽപ്പിക്കുന്ന ഒരാണ് പെണ്ണിനെ ബഹുമാനിക്കുന്നത് അവിടെ മാന്യമായ വസ്ത്രം കണ്ടിട്ടാ, അല്ലാതെ മുഖത്ത് വാരി പറ്റിപ്പിച്ച ഈ പൊട്ടിയിട്ട വെളുപ്പും ചോപ്പിച്ച ചുണ്ട് കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു തങ്ങളെ നോക്കുന്നുണ്ട്, അവൻ പൊട്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പെൺമക്കളോടും ആ അമ്മമാരോടും പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മുഖം മക്കനകൾ നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം, നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം. ഇന്ന് ചിലർക്കൊക്കെ തോന്നി, പടച്ചോൻ ഈ വട്ടമുഖം കാണാൻ ആ മക്കനിടാൻ പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഇങ്ങനെ വട്ടട്ടിട്ട് കൈത്തുമക്കൂടെ ബേക്ക് കൊണ്ടുപോയി കെട്ടുന്നത് കാണാം. ആക്ഷേപിക്കല്ലോ, മനസ്സുകൊണ്ട് എന്നെ പ്രാഗം ചെയ്യരുത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ കണ്ടെത്തുന്ന ആസ്വാദന ലോകത്തേക്ക് നമ്മൾ പറന്നുപോയപ്പോ ഈ സമൂഹത്തിന്റെ ഭദ്രതയും സംസ്കാരവും എവിടെയോ നശിക്കാൻ തുടങ്ങി.